വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി അഫാനെ പിതൃസഹോദരൻ്റെ ചുള്ളാളത്തെ വസതിയിലും അഫാന്റെ വെഞ്ഞാറമൂടുള്ള വീട്ടിലും എലിവിഷം വാങ്ങിയ കടയിലുമടക്കം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വിശദമായ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കിളിമാനൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വെഞ്ഞാറമൂട് ചുള്ളാളത്തെ അഫാനെ പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലാണ് തെളിവെടുപ്പിനായി ആദ്യം എത്തിച്ചത്. ലത്തീഫിനെയും ഭാര്യ സജിതയെയും എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിന് വിശദമായി കാണിച്ചു കൊടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കുറ്റപ്പെടുത്തിയതിലെ പ്രതികാരമാണ് ലത്തീഫിനെ കൊലപ്പെടുത്താൻ പ്രതി അഫാൻ തീരുമാനിച്ചത്. കൊലപാതകം കണ്ടതിനാലാണ് ഭാര്യ സജിതയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൊലപാതക ശേഷം അഫാൻ ഉപേക്ഷിച്ച അബ്ദുൽ ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും കാറിൻ്റെ താക്കോലും തെളിവെടുപ്പിൽ പോലീസ് കണ്ടെടുത്തു. തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ പെരുമലയിലെ അഫാന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. വീട്ടിലെ തെളിവെടുപ്പിൽ മുളകുപൊടി, സിഗരറ്റ് എന്നിവ കണ്ടെത്തി. തുടർന്ന് 5 സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടന്നു. അഫാൻ എലിവിഷം വാങ്ങിയ വീടിന് സമീപത്തെ കടയിലും തുടർന്ന് മുളകുപൊടിയും പെപ്സിയും വാങ്ങിയ കടകളിലും കൊലപാതകത്തിന് ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ കടയിലും ബാഗ് വാങ്ങിയ കടയിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിൽ പ്രതിയെ കച്ചവടക്കാർ തിരിച്ചറിഞ്ഞു. നമുക്ക് ഈ പബ്ലിക്കിനോട് അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ